എന്താ എന്താടാ ഇത്? ആഹാ പോടാ ഇവിടെ. മുട്ടേന്ന് വിരിഞ്ഞിട്ട് അതിന് തൂക്കൊണ്ട് കളിക്കണം. പോടാ. എവിടെ പോയി കിടക്കുവായിരുന്നടാ? 3 മണിക്ക് സാറ് റൗണ്ട്സിന് പോകാൻ പറഞ്ഞു. എന്ത് പണിയാ സാറേ കാണിച്ചത്? അത് ശരി, അരിയും തിന്ന് ആശാരിച്ചും കടിച്ച് പിന്നെ നായൊക്കെ മുറുമുറുപ്പ്. ആരോട് ചോദിച്ചാലും ഇവന്മാർ അകത്ത് കയറിയത്? കൊച്ചു പിള്ളേരല്ല സാറേ, ഒന്ന് അകത്ത് കയറിയെന്ന് വെച്ചിങ്ങനെ തല്ലാവും. പിള്ളേരായാലും കൊള്ളാം, വലിയവരായാലും കൊള്ളാം, പോലീസിലുള്ള കളി വേണ്ട. ഒറ്റ ഒരെണ്ണം ഇതിനകത്ത് കയറി പോരുത്. ഇവരും മനുഷ്യ കൊച്ചുങ്ങൾ എന്നാ സാറേ. പോട്ടെ, ഇനി സാറുമാരെടുത്ത് കളിക്കാൻ പോകരുതാണ്. ഓ സാറേ, ഇത് ഈ കൊച്ചുങ്ങൾക്ക് പഠിക്കാനുള്ള സ്കൂളാണ്. ഇവിടെ അതിക്രമിച്ച് കയറിയത് നിങ്ങളാ. അവരെ സ്ഥലം കയറിയിട്ട് ഇപ്പോൾ ആരും തല്ലുകയെന്ന് വെച്ചാൽ? സാറ് കുട്ടികളെ പഠിപ്പിച്ചാൽ മതി. പോലീസിനെ പഠിപ്പിക്കാൻ വന്നാലേ തല്ല് ചിലപ്പോൾ സാറിനും കിട്ടും. പോ എല്ലാം ക്ലാസ്സിൽ പോ. ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല സാർ. മലയിൽ നേരിച്ചു കൊണ്ടുവരും ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. എന്തോ ശബ്ദം കണ്ട സാർ? എവിടെ? കറുകറുത്തൊരു പെണ്ണാണ് കടഞ്ഞെടുത്തൊരു മെയ്യാണ്. ഇവിടെ ആരുമില്ല. എന്താണോ? എന്താ പ്രശ്നം? മാറിയേക്കടേ, മാറിയേക്ക്. ആരുടെ പണിയായത്? എന്തുവാടെ നോക്കിയിരിക്കുന്നത്? നാണോ ഇല്ലല്ലോ. വായിച്ചോളെ അതൊക്കെ. രണ്ട് തോർത്തി
എന്തോടാ ചിരിക്കുന്നത്? തുടങ്ങണ അങ്ങോട്ട്. പിള്ളേരല്ലേ വിട്ടേക്ക്. എന്തിനാ തുടക്കട്ടെ അവര്? പറങ്ങോട്ട് അറിയിക്കും. ഇവിടെ എന്താ എല്ലാരും കൂടെ? ക്ലാസ്സിൽ പോ. പറഞ്ഞ കേട്ടില്ലേ ക്ലാസ്സിൽ പോവാൻ? അവർ സ്കൂളിൽ വരുന്നതേ പഠിക്കാനാ. ചോറ് തുടയ്ക്കുന്നത് അവരുടെ പണിയല്ല. നല്ല കാര്യമുണ്ടോ? ഇന്ന് നമുക്ക് പഞ്ചതന്ത്രം കഥ പഠിക്കാം. എന്ത് കഥയാ? പഞ്ചതന്ത്രം കഥ. പഞ്ചതന്ത്രം കഥയിലെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കഥയിൽ ആരൊക്കെയാ കഥാപാത്രങ്ങൾ എന്നറിയാവോ? ഒരു മാർജാരൻ. മാർജാരൻ എന്ന് വെച്ചാൽ ആരാ? എൻ്റെ ദൈവമേ, മാർജാരൻ എന്ന് വെച്ചാൽ എലിയല്ല, പൂച്ച. കേട്ടോ, പൂച്ച, മരം കൊത്തി, മുയൽ. ഇവർ 3 പേരാണ് നമ്മുടെ കഥയിലെ കഥാപാത്രങ്ങൾ. ഒരിടത്തൊരു വലിയ മരത്തിലെ പൊത്തിൽ ഒരു മരം കൊത്തി താമസിച്ചിരുന്നു. മരം കൊത്തി ഒരു ദിവസം ഭക്ഷണം അന്വേഷിച്ച് ദൂരെ ഒരു സ്ഥലത്തേക്ക് പോയി, ഒരു കാട്ടിലേക്ക് പോയി. മരം കൊത്തി ഇല്ലാതിരുന്ന തക്കം നോക്കി എന്തു ചെയ്തു? ആ പൊത്തിലേക്ക് ഒരു മുയൽ താമസമാക്കി. ആര് താമസമാക്കി? മുയൽ താമസമാക്കി. അത് ആരുടെ പൊത്തായിരുന്നു? മരം കൊത്തിയുടെ പൊത്ത്. അതുകൊണ്ട് തിരക്കി പറ്റുമോ? അത് ശരി. ഇത് എപ്പോഴും ഇങ്ങനെയാണല്ലോ. മരം കൊത്തി ഒരു ദിവസം യാത്രയൊക്കെ കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ തൻ്റെ താവളത്തിൽ വേറൊരാൾ താമസിക്കുന്നു. അതാരാ? മുയൽ. മരം കൊത്തിക്ക് ദേഷ്യം വന്നു. കോപാകുലനായ മരം കൊത്തി പറഞ്ഞു, നീ ആരാണ്? ഇതെൻ്റെ കൂടാണ്. ആര് പറഞ്ഞു ഇവിടെ താമസിക്കാൻ? ഇറങ്ങിപ്പോ പുറത്ത്. അങ്ങനെ മരം കൊത്തി ആക്രോശിച്ചു. ഇതെൻ്റെ പൊത്താണ്, ഇത് ഞാൻ വിട്ടുതരത്തില്ല, ഞാനിത് സമ്മതിച്ചു തരത്തില്ല, ഇവിടം വിട്ടു പോകുന്ന പ്രശ്നമേ ഇല്ല എന്ന് മുയൽ ആക്രോശിച്ചു. തർക്കം രൂക്ഷമായി. മരം കൊത്തി വിടുവോ? മുയൽ വിടുവോ? അവസാനം ഒരു തീരുമാനത്തിലെത്തി. ഗംഗാതീരത്ത് താമസിക്കുന്ന പണ്ഡിതനായ ഒരു പൂച്ച സന്യാസിയുടെ അടുക്കൽ പോകാൻ തീരുമാനിച്ചു. പൂച്ച സന്യാസി വളരെ ന്യായാധിപനാണെന്നാണ് അവരുടെ ധാരണ. തൻ്റെ അടുത്തേക്ക് വരുന്ന മരം കൊത്തിയെയും മുയലിനെയും കൊണ്ട് പൂച്ച സന്യാസി പെട്ടെന്ന് കണ്ണടച്ചിരുന്ന് ധ്യാനിച്ചു. ധ്യാനത്തിലിരുന്നു. വേഷം എത്ര മാറിയാലും ചതിയൻ ചതിയൻ തന്നെ. അത്തരം ആളുകളെ സൂക്ഷിക്കുക. അത്തരം ആളുകളെ